മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച മിഷൻ സമുദ്ര പദ്ധതിയിലെ ടാറ്റ കപ്പൽശാല നിർമ്മാണം മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ചാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലാണ് ഈ സംയുക്ത സംരംഭത്തിന് ധാരണയായത്. അന്നത്തെ വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരനെ നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തിയതിനെ തുടർന്നാണ് ടാറ്റയെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത്. കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി ടാറ്റ 10,000 കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത്തരമൊരു കപ്പൽശാല സ്ഥാപിക്കുന്നത് തങ്ങളുടെ അജണ്ടയിൽ ഇല്ലെന്ന് ടാറ്റ ഗ്രൂപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെ തിരുത്തലുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും രംഗത്ത് വന്നു. വിവിധ പദ്ധതികളിലൂടെയും നിക്ഷേപങ്ങളിലൂടെയും വരുന്ന വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപ സാധ്യതയാണ് 10,000 കോടി എന്നതിലൂടെ സൂചിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്തരം വലിയ തുകയുടെ നിക്ഷേപ കരാർ ഉറപ്പിച്ചു എന്നല്ല ഇതിനർത്ഥമെന്നും ആ വിശദീകരണത്തിൽ പറയുന്നു. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് ആലോചിച്ച് തുടക്കമിട്ടതും കൊച്ചിയിൽ ടാറ്റയുടെ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ 500 കോടി രൂപയുടെ കപ്പൽശാല പദ്ധതിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മിഷൻ സമുദ്രയുടെ ഭാഗമായി ഇപ്പോൾ അവതരിപ്പിച്ചത്. ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി നിക്ഷേപിക്കുന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. ഇപ്പോൾ ഓരോരുത്തരായി അത് തിരുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടെ അതും ഒരു വലിയ നുണയായിരുന്നു എന്ന് തെളിയുകയാണ്. എന്നാൽ ഈ നുണ പറഞ്ഞത് മാധ്യമങ്ങളല്ല, അത് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ തന്നെയാണ്. 10,000 കോടി കപ്പൽ നിർമ്മാണശാല ഉണ്ടാക്കാൻ ടാറ്റ മുടക്കും എന്ന കള്ളം പൊളിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ വക 300 കോടി ടാറ്റ കൊടുക്കും എന്ന് പറഞ്ഞ് ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു. അതും വേണ്ട പോലെ ഏൽക്കാതെ പോയി. നേരത്തെ വള്ളംകളിക്ക് ഒരു കാരണവശാലും അവധി കൊടുക്കില്ലെന്ന് മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞപ്പോൾ അത് മറ്റൊരു വിഷയത്തിൽ തന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ ന്യായീകരിക്കാനും ഇതേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ആരും വിശ്വാസത്തിൽ എടുത്തതുമില്ല. അതേപോലെ തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പങ്കുവച്ച അനുഭവ വിവരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി ചേർന്നപ്പോൾ തനിക്ക് 14 വയസ്സായിരുന്നുവെന്നും ലേക്ക് വ്യൂവിൽ തെങ്ങിൽ കയറിയതിന് അന്നത്തെ പ്രിൻസിപ്പാൾ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി ഈ കോളേജിൽ വരുമ്പോൾ എനിക്ക് 14 വയസ്സായിരുന്നു. ആദ്യ ആഴ്ച തന്നെ എല്ലാവരും ലേക്ക് വ്യൂവിലേക്ക് പോയി. എനിക്ക് തെങ്ങിൽ കയറാൻ അറിയാമായിരുന്നു. അവിടെ തെങ്ങിൽ കയറിയപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ ബൈനോക്കുലർ ഉപയോഗിച്ച് അത് കണ്ടുപിടിച്ചു. പിന്നീട് എന്നെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്യുകയും അടുത്ത 2 വർഷം എന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷണത്തിലായിരിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതായിരുന്നു സതീശന്റെ വാക്കുകൾ. 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രി പഠനം നടത്തിയെന്ന അവകാശവാദവും അതേ പ്രായത്തിൽ തെങ്ങുകയറ്റത്തിൽ പ്രാവീണ്യം നേടിയെന്ന പരാമർശവും ചൂണ്ടിക്കാട്ടി നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി എന്നത് എങ്ങനെ സാധ്യമായി എന്നാണ് പ്രധാന ചോദ്യം. ചില ആളുകൾ അങ്ങനെയാണ്, ശ്രീ വി.ഡി. സതീശൻ ഒരു മോശം മുഖ്യമന്ത്രിയാണെന്നൊന്നും പറയില്ല. പക്ഷേ തുടരെ ഇങ്ങനെ കളവ് പറയുന്നത് എന്തിനാണെന്ന് ആലോചിക്കാറുണ്ട്. അത് അദ്ദേഹത്തിനുണ്ടാക്കുന്ന ഡാമേജ് എത്ര വലുതാണെന്ന് അദ്ദേഹം അറിയുന്നില്ല. ചില ഉദാഹരണം നോക്കിയാൽ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ് ഓടിക്കുന്നവർക്ക് ഓരോ 5 സെക്കൻഡിലും നിർത്താതെ ഹോൺ അടിക്കണം. അത് ഒഴിവാക്കിയാൽ ഇരട്ടി ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞാലും അത് വേണ്ട, ഞങ്ങൾക്ക് ഈ ഹോൺ അടിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളാണ് അവർ. അതേപോലെ സ്ഥിരമായി മദ്യം കഴിക്കുന്നവർക്ക് അതില്ലെങ്കിൽ കൈവിറയിലും ഒക്കെ വരും. ആരോടെങ്കിലും കടം മേടിച്ചിട്ടായാലും ഇരന്നിട്ടായാലും ഒരെണ്ണം അടിച്ചാൽ ആ കൈവിറയിൽ നിൽക്കും, അവർ ശാന്തരായി മാറും. അതേപോലെ ഇദ്ദേഹത്തിനും കളവ് പറയുമ്പോൾ എന്തോ ഒരു ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടാകണം. ഇനി ഇതൊക്കെ നുണയാണെന്ന് എല്ലാവർക്കും മനസ്സിലായാലും തനിക്കൊരു പ്രശ്നവുമില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ മനോഭാവം എന്ന് തോന്നുന്നു. ഇത് മാറണമെങ്കിൽ അദ്ദേഹം തന്നെ തീരുമാനിക്കണം. ശ്രീ വി.ഡി. സതീശന്റെ അനുയായികൾ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫുകൾ അദ്ദേഹത്തോട് ദയവായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ കേരളം ഭരിച്ച ഏറ്റവും കൂടുതൽ നുണകൾ പറഞ്ഞ മുഖ്യമന്ത്രി എന്ന ചീത്തപ്പേരും അദ്ദേഹം കേൾക്കേണ്ടതായിട്ട് വരും.